അച്ഛാ അച്ഛാ എനിക്ക് എന്താ പറ്റി അച്ഛാ എന്താ എന്താ പറ്റി ഒന്ന് നോക്ക് Have you done this property test? What was it? Positive. Positive? Okay. Oh, new patient. സജിൻ You also. Your father? yes You are the new joinee. yes What's your name? Arya. Arya. What happened? Tell me. So my father consumed alcohol at night and suddenly collapsed during dinner. He's diabetic and was taking insulin. 12 units of regular in the morning and 10 units of Lantus at night. Who gave insulin? I did. You gave insulin. Yes. I don't know what's wrong. And then you shifted him to the hospital. Yes. Is he taking any medication before this? No. Other than insulin? No. No other medicine? No. Have you got his cardiac checkup done recently? No. Any previous ECG? No. No. How old is he? 65. 65. Okay. Please get his property done to confirm any cardiac issue. Sajan, you come with me. तो आर्या के फादर का प्रॉपर्टी पॉजिटिव है. Hello, sir. Yes, Sajan. Have you reached the place? No, sir. I am on the way. Okay. Take care of Arya. Okay, sir. I don't think she's familiar with the place, with the people here. I will, sir. Please do the needful as told. Yes, sir. You are master of the situation. എങ്ങനെ കാര്യങ്ങൾ? ചേച്ചി ഇതിനാ കൊടുത്തോളാം. ചേച്ചി വയ്ക്കൂ. ദേവിച്ചിട്ട് പോയിട്ട് മരുന്ന് ചിഹ്നത്തി 10 വർഷം തികയുക. ദേവിച്ചിറ്റെ മുറിച്ചു വെച്ചതാ ആര്യ. ആര്യ അച്ഛനെ എടുക്കാതെ. മഴയാണോ പുറത്ത്? ഉണ്ടമ്മേ, നല്ല മഴയുണ്ട്. കുട എടുത്തില്ല. ആര്യ മോളെ, ഞാൻ ഇറങ്ങുവാ, രാവിലെ വരാം. അമ്മേ, ഒരു മിനിറ്റ്, ഞാൻ വേസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് വരട്ടെ. നല്ല മഴയാണല്ലേ, ഞാൻ ഇറങ്ങുവാ. മിനിമോ തനിച്ചാ? ആര്യ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഒന്നുമില്ല. അതെ അതെ
ആ 501 പേഷ്യൻ്റ് ഭയങ്കര കോഴിയാണ്. ഒന്ന് ഇൻസുലിൻ കൊടുക്കുമോ? ഞാനേ ഇവിടെ വെറുതെ നിൽക്കുമല്ല. ഇത് എണ്ണിക്കൊണ്ടിരിക്കാനല്ലേ, അത് ഞാൻ ചെയ്തോളാം. ഒന്ന് കൊടുക്കുമോ? ബ്രോ നിൻ്റെ തന്ത. ആ സച്ചിനെ, അതെ, ഇവിടെ ഒരു പ്രോപ്പക്കോളിന്റെ കുപ്പി കാണാനില്ലല്ലോ. ആര്യ, നീ എന്തിനാ അച്ഛനെ കൊന്ന്? എന്താ പറഞ്ഞേ? സജിനേട്ടൻ എന്താ പറഞ്ഞെന്ന്? എന്ത് വർത്താനേ പറഞ്ഞേ? അതെന്റെ അച്ഛനല്ലേ? ഈ സിറിഞ്ച് കണ്ടിട്ടാണോ നീ എന്നോട് അങ്ങനെ സംസാരിച്ചേ? എന്ത് ദശ നീ എന്നെ പ്രപ്പോസ് ചെയ്തേ? എന്തുദ്ദേശ എന്നെ പ്രപ്പോസ് ചെയ്തേന്ന്? ഇത്രേ ഉള്ളൂ നിന്റെ ഇഷ്ടമൊക്കെ? എന്തിനു വേണ്ടിയാ എന്നെ പ്രപ്പോസ് ചെയ്തേ? ഇങ്ങനൊക്കെ ആലോചിക്കാൻ വേണ്ടിയാണോ? അയാള് എങ്ങനത്തെ മനുഷ്യനാണെന്നറിയാമോ? അയാളൊരു മുഴക്കൊടിയനായിരുന്നു. കുടിച്ച് ചത്തു. ഒരു സിറിഞ്ച് കണ്ടപ്പോഴേക്കും നീ എല്ലാം തീരുമാനിച്ചോ? ഒരു സിറിഞ്ച് കണ്ടപ്പോഴേക്കും കഥയൊക്കെ എനിക്കറിയാം. നീ എന്തിനാ അച്ഛനെ കൊന്നേന്ന് മാത്രം പറഞ്ഞാ മതി. ഞാൻ കൊന്നിട്ടില്ല. ആര്യ, നായിന്റെ മോളെ അഴിച്ചുവിടൂ എന്നെ. അടങ്ങിക്കിടക്ക. വെറുതെ കൊതറിയിട്ട് കാര്യമില്ല. തന്റെ കൊന്ന പോലെ എന്നെ കൊല്ലാനാണോ ഇതിന്റെ പ്ലാൻ? കൊല്ലാനാണെങ്കിൽ ഒന്നും കൂടെ എനിക്ക് അവിടെ അടിച്ചാൽ മതിയായിരുന്നു. സജി, ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. എടി എന്നെ അഴിച്ചുവിടണ്ട. കൊല്ലടി എന്നെ, എന്നിട്ട് നീ പോയി രക്ഷപ്പെടേ. എനിക്ക് സജിനെ കൊല്ലണ്ട.
പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അമ്മയുള്ളപ്പോൾ ഞങ്ങളുടെ വീടൊരു സ്വർഗമായിരുന്നു. എപ്പോഴും ചിരിയും കളിയും സന്തോഷങ്ങളും മാത്രം. അച്ഛനെ ഞങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാമായിരുന്നു. പക്ഷെ ഒരു ദിവസം അമ്മ പോയി. അതിനുശേഷം എല്ലാം മാറി. അങ്ങനെ ഒരു ദിവസം വാ വാച്ചാ വാ. അച്ഛാ അച്ഛ വിട്. ഇതെന്താ ചെയ്യുന്നേ? അച്ഛ വിട്. അച്ഛ വിട്. അച്ഛ വിട്. വിട്. അച്ഛ വിട്. ഓർത്തില്ല. അച്ഛന് ബോധം വന്നപ്പോ എന്റെ കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പറ്റുമെങ്കിൽ അച്ഛനോട് ക്ഷമിക്കുമോളെ, ക്ഷമിക്കുമോളെ, പറ്റുമെങ്കിൽ അച്ഛനോട് ക്ഷമിക്കുമോളെ. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഡൽഹിയിലെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഇവിടെ എത്തി, ജോലിക്ക് കയറി. പക്ഷേ ഇവിടെയും വിധി എന്നെ വെറുതെ വിട്ടില്ല. 6 മാസത്തിന് ശേഷം അച്ഛൻ എന്താ ഇവിടെ? എന്നാ ചൂടാണ് ഇവിടെ. വീട് സെറ്റപ്പ് ഒക്കെ കുഴപ്പമില്ല. അച്ഛൻ എന്താ ഇവിടെ? എന്റെ മോൾ ഇങ്ങോട്ട് ഇരുന്നേ. ഷുഗറൊക്കെ വല്ലാണ്ടങ്ങ് കൂടി. ഇനിയിപ്പോൾ ഒറ്റയ്ക്കൊക്കെ പാടാ. ഈ ഇൻസുലിനൊക്കെ കുത്താനും പറിക്കാനൊന്നും ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇവിടെ പിന്നെ നീ ഉണ്ടല്ലോ. പക്ഷെ അയാൾ നന്നായില്ല. ഓരോ ദിവസം കഴിഞ്ഞപ്പോഴും അയാളുടെ സ്വഭാവം മോശമായി കൊണ്ടുവന്നു. അയാളുടെ ഒരു വൃത്തികെട്ട നോട്ടവും പെരുമാറ്റവും സഹിച്ച് മടുത്തു. ഞാൻ സ്വയം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ഞാനെന്തിനാ മരിക്കുന്നത്? ഞാനാണോ കുറ്റം ചെയ്തത്? അയാളല്ലേ കുറ്റം ചെയ്തത്? അയാളല്ലേ മരിക്കേണ്ടത്? ഞാൻ തീരുമാനിച്ചു, ഞാൻ കൊല്ലുന്ന. അന്ന് എൻ്റെ കൈ കിട്ടിയ ഇൻസുലിൻ എല്ലായിടത്തും ഞാൻ കുത്തി. കിട്ടുന്ന അത്രയും ഡോസ് ചത്തുപോകാന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ എനിക്ക് സീഷർ വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതായി പോയി. ബാക്കി ഞാൻ പറയാം. ഇന്നലെ രാത്രി മെഡിസിൻ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന എന്നെ നീ അവിടെ നിന്ന് മാറ്റി. പെട്ടെന്ന് കോൾഡ് ബ്ലൂ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. നീ പ്രൊപ്പോഫോൾ ഇഞ്ചക്ഷൻ കൈക്കലാക്കി. ആരും നിന്നെ ശ്രദ്ധിച്ചില്ലല്ലോ. ഈ തവണ അച്ഛൻ നീ ഹൈ ഡോസ് ഇൻസുലിൻ കൊടുക്കുന്നു.
സീഷർ വരും മുന്നേ പ്രൊപ്പഫോൾ. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ടൂർണിക്കേറ്റ് ഊരാൻ സമയമെടുത്തല്ലേ. പിന്നെ 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സിന് സിറിഞ്ച് കണ്ട വെളുത്ത നിറം പ്രൊപ്പോഫോൾ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചു. അയാൾക്ക് കാർഡിയക് ഇഷ്യൂ ഡയഗ്നോസ് ആയിരുന്നല്ലോ. കാർഡിയക് പ്രോബ്ലം ഉള്ള പേഷ്യൻറ്റിനെ ആര് പോസ്റ്റ്മോർട്ടം ചെയ്യാനാ? കൊള്ളാം, വെൽ പ്ലാൻഡ്. ചേട്ടൻ ഫോൺ എടുക്കുക, പോലീസിനെ വിളിക്കുക. ഞാൻ കുറ്റമൊക്കെ ഏറ്റു പറഞ്ഞോളാം. ചെയ്തത് തെറ്റായിപ്പോയി. ഒന്നുമില്ലെങ്കിലും അച്ഛനായിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ തുറന്നു പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കാനാ ഇപ്പോൾ എനിക്കിഷ്ടം. അയാൾക്ക് കാർഡിയക് ഇഷ്യൂ ഡയഗ്നോസ് ആയിരുന്നല്ലോ. सर, आर्या के फादर का ड्रॉपटी पॉजिटिव है. കാർഡിയക് പ്രോബ്ലം ഉള്ള പേഷ്യന്റിനെ ആര് പോസ്റ്റ്മോർട്ടം ചെയ്യാനാ?